അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയവരെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ വോട്ടർ പട്ടിക ഒന്ന് പുതുക്കിയപ്പോൾ 65 ലക്ഷത്തോളം പേരാണ് പുറത്തായത്. ഇവരിൽ ഒരാൾ പോലും പരാതിയുമായിട്ട് വന്നില്ല. രാഹുൽ ഗാന്ധി വലിയ പരാതിയായിട്ടൊക്കെ വന്നു. ഇപ്പോൾ ബംഗാളിലെ കണക്ക് പുറത്തേക്ക് വരുമ്പോൾ ഏതാണ്ട് 35 ലക്ഷത്തോളം പേർ മരിച്ചവർ വോട്ടർ പട്ടികയിലുണ്ടെന്നാണ്. അപ്പോൾ ഇനി മരിച്ചവരായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ 35 ലക്ഷം പേര് മരിച്ചവരുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് കള്ളം പറയാണ് വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും വരുമായിരിക്കും. പക്ഷേ എങ്ങനെയാണ് 34 ലക്ഷം പേര് മരിച്ചവരുണ്ടെന്ന് കാണുന്നത്? എന്താന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിട്ട് ചർച്ച നടത്തി. UIDAI അല്ലേ, ആധാർ പുറത്തിറക്കുന്ന നമ്മുടെ സംവിധാനം, ആ സംവിധാനവുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ അങ്ങനെ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഈ 34 ലക്ഷം ആധാർ കാർഡുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. ഇത്രയും ആധാർ കാർഡുള്ള ആളുകൾ ആധാർ കാർഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്, ആധാർ പട്ടികയിൽ നിന്ന് മരിച്ചുപോയവരാണ് എന്ന്. അപ്പോൾ പുതിയൊരു അവന്യൂ കൂടി തുറന്നു കിട്ടുകയാണ്. ആളുകൾ വോട്ടർ പട്ടികയിലുള്ളവർ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ അല്ലേ, മരിച്ചവര് അത് ആധാർ സംവിധാനത്തിൽ നിന്ന് കിട്ടും. മരിച്ചവരുടെ എല്ലാവരും ആധാർ കാർഡ് സ്വന്തമാക്കിയിട്ടുണ്ടാവുമല്ലോ, കാരണം അതില്ലാതെ ജീവിക്കാൻ ഇന്ത്യയിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI അറിയിച്ചു 34 ലക്ഷം ആധാർ കാർഡുള്ള ആളുകളെ ഞങ്ങൾ ആധാർ പട്ടികയിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്, അവർ മരിച്ചുപോയവരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 2009 ജൂണിൽ ആധാർ ഉണ്ടായത് മുതൽ 2009 ജൂണിലാണ് ആധാർ നമുക്ക് കിട്ടുന്നത്. അത് മുതൽ ഉള്ള പട്ടിക നോക്കിയിട്ടാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ ബംഗാളിലെ ചീഫ് ഇലക്ഷൻ ഓഫീസർ മനോജ് കുമാർ അഗർവാൾ ആണ് ചർച്ച നടത്തിയത്, ഈ ആധാർ അതോറിറ്റിയായിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ 13 ലക്ഷം പേർക്ക് ബീഹാറിൽ ആധാർ കാർഡ് ഇല്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 13 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ വരികയും വേണമല്ലോ. അതെ, ആധാർ ഉണ്ട്, പക്ഷെ വോട്ടർ കാർഡ് ചിലപ്പോൾ ഉണ്ടാകാം, അറിയില്ല. പക്ഷെ ആധാർ വെച്ച് നോക്കുമ്പോൾ ആധാർ കാർഡിലെ 13 ലക്ഷം പേര് വോട്ടർ പട്ടിക വരണം. 13 പറഞ്ഞാൽ 13 ലക്ഷം പേർക്ക് ആധാർ ഇല്ല. അവർക്ക് വോട്ടർ ID ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. 13 ലക്ഷം പേര് ആധാർ ഇല്ലാത്തവരുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവര് വോട്ടർ ID ഇല്ലാത്തവരാണെങ്കിൽ അവർ പട്ടികയിലും വരണം. അപ്പോൾ ആ പണിയൊക്കെ നടക്കുമല്ലോ. BLOമാര് അല്ലേ, വീട്ടിൽ ഇപ്പോൾ കേരളത്തിലും എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പ്രേത വോട്ടർമാർ, ഗോസ്റ്റ് വോട്ടർമാർ, ചത്ത വോട്ടർമാർ, അപ്രത്യക്ഷരായ വോട്ടർമാർ, ഇരട്ട വോട്ടർമാർ, ഇവരെയൊക്കെ തിരഞ്ഞുപിടിച്ച് കളയുന്ന പരിപാടിയാണ് നടക്കുന്നത്. അതിന് UIDAI ഡാറ്റ സഹായിക്കും എന്ന് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ആധാറിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് പേര് നീക്കിയവരുടെ കാര്യമാണ് ഈ 34 ലക്ഷം പറഞ്ഞത്. ആധാർ ഡാറ്റാബേസിൽ നിന്ന് പേര് നീക്കിയ ആർക്കെങ്കിലും ഈ എന്യൂമറേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആധാർ ഡാറ്റാബേസിൽ നിന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് 34 ലക്ഷം പേരെ കളഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൽ ആർക്കെങ്കിലും എന്യൂമറേഷൻ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ചത്തയാൾക്ക് കൊടുത്തു എന്നല്ലേ കരുതേണ്ടത്, അത്രേ ഉള്ളൂ, അയാൾ മരിച്ചുപോയി എന്ന്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് എന്യൂമറേഷൻ, ഇപ്പോൾ രാമൻകുട്ടി എന്ന് പറഞ്ഞ അയാൾ ആധാർ കാർഡ് ഇല്ല, മരിച്ചുപോയി ഇല്ലേ, ആധാർ കാർഡ് പട്ടികയിൽ നിന്ന് നീക്കപ്പെട്ട ആളാണ്. പക്ഷേ ഈ രാമൻകുട്ടിക്ക് എന്യൂമറേഷൻ ഫോം ഒരു BLO കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചത്തയാൾക്ക് കൊടുത്തു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം കാണേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളെ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കും. ഇയാൾ ചത്തയാളാണോ അതോ വ്യാജ ആളാണോ? ചത്തയാൾ ജീവിച്ച് ഇങ്ങനെ വരാൻ സാധ്യത കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൾ വിളിക്കും.
എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെരിഫിക്കേഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ച വരെ, കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വരെ ബംഗാളിൽ 91.19% ഫോമുകൾ, എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു. അത് 6.98 കോടി ആളുകൾക്ക്. ഈ റിവിഷൻ നടക്കുന്നുണ്ടല്ലോ, SIR, അതെ, തീവ്ര റിവിഷൻ, പരിഷ്കരണം, അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും വിതരണം ചെയ്തു. വീടാന്തരം കയറിയാണ് വിതരണം ചെയ്യുന്നത്. 2002 വോട്ടർ പട്ടിക വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനി പുതുക്കേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പുതുക്കിയത് 2002 അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞ പോലെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. 2026 അടുത്ത കൊല്ലാണ് അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരേണ്ടത്. ഈ ബോഗസ് വോട്ടർമാർ, വ്യാജ വോട്ടർമാരെ എടുത്ത് കളയുക, ശരിക്കും അർഹതയുള്ളവരെ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കുക, ഇതാണല്ലോ ഈ ഇന്റൻസീവ് റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. അത് പലപ്പോഴും അത് കണ്ടിട്ടുമുണ്ട്. കാരണം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒരാൾ അവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടിരുന്നില്ലേ? അതെ, പാകിസ്ഥാൻകാരൻ അല്ലേ, പാകിസ്ഥാൻ പൗരൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി. 2 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഇതുപോലത്തെ വ്യാജന്മാർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഈ റിവിഷൻ്റെ ഒക്കെ ആദ്യഘട്ടത്തിൽ. അപ്പോൾ സുവേന്ദു അധികാരി, പ്രതിപക്ഷ നേതാവ്, BJP നേതാവ്, ബുധനാഴ്ച അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി കൊടുത്തു. തൃണമൂൽ കോൺഗ്രസ് 13 ലക്ഷം വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. 13 ലക്ഷം വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ട്. അതേസമയം നമ്മൾ ബീഹാർ ഈ ഇൻറ്റൻസീവ് റിവിഷൻ SIR അവിടെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് 65 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുന്നത്. ഇപ്പോൾ ബീഹാറിൽ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അല്ലേ, വോട്ട് ശതമാനം വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പാണിത്. 66.9% പേര് ഇത്തവണ വോട്ട് ചെയ്തു. 2 ഘട്ടങ്ങൾ. 1952 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്താൽ 2 ഘട്ടങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ. ഇത് മാപ്രകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിയാൽ എന്ത് സംഭവിക്കും, ഇന്ത്യ ജയിക്കുമോ, ഈ ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. എന്തുകൊണ്ട് അവിടെ കൂടി എന്നുള്ളത് ചർച്ച ചെയ്തില്ല. യഥാർത്ഥ വോട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന കള്ളത്തരെല്ലാം പൊളിഞ്ഞു. 65 ലക്ഷം പേരെ നീക്കി ശുദ്ധീകരിച്ച വോട്ടർ പട്ടിക. അപ്പൊ യഥാർത്ഥ വോട്ട് ശതമാനം ആണ് അതിൻ്റെ അകത്തുള്ളത്, വോട്ടർ പട്ടിക. അതിൽ നിന്ന് വോട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ശതമാനം കിട്ടുന്നു. ചത്ത ആളുകൾ വന്ന് വോട്ട് ചെയ്തില്ല അല്ലേ, ഇരട്ട വോട്ട് നടന്നില്ല, വ്യാജ വോട്ട് നടന്നില്ല. അതുകൊണ്ട് മര്യാദക്കുള്ള ശതമാനം കിട്ടി അവിടെ. ഇതാണ് ചർച്ച ചെയ്യാതെ പോകുന്നത്. വെറുതെ അവിടെ കൂടി അപ്പോൾ ഇന്ത്യ മുന്നണി ജയിക്കുന്നു പറഞ്ഞിട്ട് കുറേ ആളുകൾ എല്ലാം പൊളിഞ്ഞു പോയി. കാരണം 5 തവണ അത് നമുക്ക് എന്തായാലും വേറെ ചർച്ചയാണല്ലോ. അപ്പോൾ ബീഹാറിൽ 65 ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. അതിൽ മൊത്തം പേര് നീക്കിയത് ആരൊക്കെ എന്നുള്ള വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി അപ്പോൾ അത് കഴിഞ്ഞ് ആബ്സെൻറ്റി വോട്ടർമാർ, അപ്രത്യക്ഷരായവർ, ബീഹാറിൽ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോയവർ, മരിച്ചവർ, ഇവരുടെയൊക്കെ പ്രത്യേകം പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. മരിച്ചവർ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവർ 22,34,501 പേര് അല്ലേ, 22.5 ലക്ഷം പേര് മരിച്ചവർ അവിടെ ഉണ്ടായിരുന്നു. ബംഗാളിലും 34 ലക്ഷം. 36.28 ലക്ഷം പേര് സ്ഥിരമായി ബീഹാറിൽ നിന്ന് പോയിരുന്നു, വേറെ സ്ഥലത്ത് താമസക്കാരായിരുന്നു. 7.01 ലക്ഷം ഇരട്ട വോട്ടർമാർ ബീഹാറിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ചേർത്തിരുന്നത്. ബീഹാറിനേക്കാൾ കുഴപ്പം പിടിച്ച സ്ഥലമല്ലേ ബംഗാൾ, തൃണമൂൽ. കാരണം അവിടെ നമുക്കറിയാമല്ലോ ഡെമോഗ്രഫി മാറിയിരുന്നില്ലേ. ഈ സന്ദേശ് ഖാലി പോലുള്ള സ്ഥലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളൊക്കെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളൊക്കെ ആയിട്ട്
മാറിയിരുന്നില്ലേ? അസമിലും ഈ പ്രതിഭാസം ഉണ്ടല്ലോ. അതെ. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ ധാരാളമായിട്ട് പാകിസ്ഥാൻകാരെ അല്ലേ വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന പരിപാടി. തൃണമൂല് BLOമാർ അവിടെ ധാരാളം ഉണ്ട് ബംഗാൾ. അപ്പോൾ തൃണമൂൽ BLOമാർ ബാക്കി നിഷ്പക്ഷ BLOമാരെയും സ്വാധീനിച്ചതൊക്കെ ആയിട്ട് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബംഗാളും മര്യാദയ്ക്ക് വരികയും മര്യാദയ്ക്കുള്ള ആളുകൾ യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഇനി അങ്ങനെ ചിലപ്പോൾ മമത ഔട്ടായി എന്നും വരാം. ഇപ്പൊ ബംഗാളിൽ അല്ല ബീഹാറിൽ വലിയ മുന്നേറ്റമില്ലേ മര്യാദയ്ക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, അതുപോലെ വരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.